ACV News brought to you by Make a Statement Jewelry by Claris. ഒരടംപാലം മാനത്തുമംഗലം ബൈപ്പാസിന് എന്താണ് സർക്കാരെ തടസ്സം എന്ന തലക്കെട്ടോടുകൂടി വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി പ്രതിഷേധ ബോർഡുകൾ സ്ഥാപിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ സുപ്രധാന പാതകളിലൊന്നായ ദേശീയപാത 966-213 പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ മുതൽ അങ്ങാടിപ്പുറം ടൗൺ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഓരോണപ്പാലം മാനത്തുമംഗലം ബൈപ്പാസിന് എന്താണ് സർക്കാരെ തടസ്സം എന്ന തലക്കെട്ടോടുകൂടി വെൽഫെയർ പാർട്ടി പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രക്ഷോഭ പരിപാടിയുടെ പ്രചരണാർത്ഥമാണ് അങ്ങാടിപ്പുറം വഴി പെരിന്തൽമണ്ണയിലേക്ക് വരുന്നവർ ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും കരുതണമെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ വെൽഫെയർ പാർട്ടി സ്ഥാപിച്ചത്. പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ നിർവഹിച്ചു. 2010 ഭരണാനുമതി ലഭിച്ച് 10 കോടി രൂപ അനുവദിച്ച് അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്ത പദ്ധതിയാണ് ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്നത്. സർവേ കല്ലുകൾ വരെ നാട്ടിയ പദ്ധതിയാണ് ഇപ്പോഴും ഫയലിൽ ഉറങ്ങുന്നത്. ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി ഭരണകൂടത്തിന്റെ അവഗണന മൂലം നടപ്പാക്കാതെ വരികയാണെന്ന ആക്ഷേപമുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണയിലാണ്. ആംബുലൻസുകളടക്കം നിരവധി വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിലേക്ക് എത്തുന്നത്. ഈ വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. പഠനവും ജോലിയുമടക്കം ഒട്ടേറെ ആവശ്യങ്ങൾക്കായി പെരിന്തൽമണ്ണ നഗരത്തിലേക്ക് നിരവധി പേർ എത്തുന്നുണ്ട്. ഇവരും ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നത് നിത്യസംഭവമാണ്. വ്യത്യസ്ത സമയങ്ങളിൽ വെൽഫെയർ പാർട്ടി ശക്തമായ സമരവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. കൂടുതൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് നൌഷാദ് ചുള്ളിയൻ പറഞ്ഞു. നമുക്കറിയാം, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. ക്ഷേത്രങ്ങളുടെയും അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ അങ്ങാടിപ്പുറം ഇന്ന് അറിയപ്പെടുന്നത് അങ്ങാടിപ്പുറം ഗതാഗത കുരുക്ക് എന്ന പേരിലാണ് ജില്ലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കാനുണ്ടായിട്ടുള്ള കാരണം ഇത് കേവലം അങ്ങാടിപ്പുറത്തിൻ്റെയോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ മാത്രം പ്രശ്നമല്ല. ഇത് നമ്മുടെ ജില്ലയുടെ പ്രശ്നമാണ്. എന്താണ് പെരിന്തൽമണ്ണ ടൗണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള വളരെ പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നിലനിൽക്കുന്ന ഒരു ടൗണാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. ഞാൻ വരുന്നത് കൊണ്ടോട്ടിയിൽ നിന്നാണ്. കൊണ്ടോട്ടിക്കാർക്കടക്കം നമ്മുടെ രാമനാട്ടുകര ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രികളുടെ നഗരമാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പെരിന്തൽമണ്ണയിലേക്ക് വരുമ്പോൾ ആംബുലൻസുമായി വരുന്നവർക്ക് മാത്രം, ആംബുലൻസുമായി വരുന്ന രോഗികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സങ്കീർണമായ പ്രശ്നങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്ര ദുരിതം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി ഇന്ന് അങ്ങാടിപ്പുറം മാറിക്കൊണ്ടിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ, നേതാക്കളായ ഡാനിഷ് മങ്കട, സൈദാലി വലമ്പൂർ, അബൂബക്കർ PT, നിസാമുദ്ദീൻ PP, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. യാത്രക്ക് വരുന്നവർ നിങ്ങൾ ആവശ്യമുള്ള ഭക്ഷണം കരുതിക്കോളൂ, നിങ്ങൾ ആവശ്യമുള്ള വെള്ളം കരുതിക്കോളൂ, നിങ്ങൾ ആവശ്യമുള്ള മരുന്നുകൾ കരുതി വന്നാൽ മതി എന്ന ഒരു മുന്നറിയിപ്പോട് കൂടിയുള്ള ഒരു ബോർഡാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ മാസം കാശ്മീർ പോയിരുന്നു. ആ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോകുമ്പോൾ ഭക്ഷണവും മരുന്നും വെള്ളമൊക്കെ കരുതിക്കൊണ്ട്, കാരണം ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവും, അവിടെ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെയാണ് അങ്ങാടിപ്പുറത്തേക്ക് എത്തുമ്പോൾ ആളുകൾ പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ അവിടേക്ക് പോകുമ്പോൾ ആവശ്യമുള്ള ഭക്ഷണവും മരുന്നും കരുതിയേ പോകാൻ കഴിയൂ എന്ന സാഹചര്യമാണുള്ളത്. ഷെയ്ഖ് മുത്തൂട്ടി, റമീസ് ഏറനാട്, ഇക്ബാൽ വലമ്പൂർ, സാദിഖ് തിരൂർക്കാട്, അബ്ദുള്ള അരങ്കത്ത്,
മനാഫ് തോട്ടോളി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ACV ന്യൂസ്, പെരിന്തൽമണ്ണ. Make a Statement Jewelry by Claris. 2 ലക്ഷത്തിലേറെ തിമിര ശസ്ത്രക്രിയകൾ കേരളത്തിലെ നമ്പർ 1 ഐ ഹോസ്പിറ്റൽ, അൽ സലാമ ഐ ഹോസ്പിറ്റൽ.